നടിയെ ആക്രമിച്ച കേസിലെ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. പൾസർ സുനിയുടേതായി പുറത്തുവന്ന കത്തിലെ കൈപ്പടയിൽ കോടതി സംശയം ഉന്നയിച്ചു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതിക്ക് സംശയമുണ്ട്. ദിലീപ് മൊബൈൽ ഫോണിലെ തെളിവ് നശിപ്പിച്ചതിന് തെളിവില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിലെ സുനിയുടെ കൈപ്പട അവിശ്വസനീയമാണെന്ന് കോടതി വിലയിരുത്തി. പൾസർ സുനി എഴുതിയതെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്ന ഒരു കത്തിൽ ഒരൊറ്റ അക്ഷരത്തെറ്റ് പോലും ഇല്ലാത്തത് കോടതിയെ അത്ഭുതപ്പെടുത്തി. 2017 സുനി എഴുതിയ മറ്റൊരു കത്തിൽ അക്ഷരത്തെറ്റുകൾ ധാരാളമുണ്ടായിരുന്നുവെന്നും അത് വായിക്കാൻ പ്രയാസമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ തന്നെ നേരത്തെ വാദിച്ചിരുന്നു. പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. സിനിമാ ചർച്ചകൾക്കായാണ് ദിലീപിന്റെ വീട്ടിൽ പോയതെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നെങ്കിലും കോടതിയിലെത്തിയപ്പോൾ ഗൃഹപ്രവേശനത്തിനാണ് പോയതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗൃഹപ്രവേശം ദിലീപിന്റെ വീട്ടിൽ നടന്നതായി പ്രോസിക്യൂഷന് കണ്ടെത്താനായിട്ടില്ല. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് തന്നെ ഹാഷ് വാല്യൂ മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് താൻ ഇതറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കേസ് വീണ്ടും സജീവമാക്കാൻ പോലീസ് നടത്തിയ നാടകമായിരുന്നു ഇതെന്നും പരോക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നു. ഹാഷ് വാല്യൂവിൽ ഉണ്ടായ മാറ്റം അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്നതിന്റെ സൂചനയല്ല എന്നും ദൃശ്യങ്ങൾ സുരക്ഷിതമാണെന്നും കോടതി വിലയിരുത്തി. തെളിവ് നശിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന വാദവും തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. ദിലീപ് ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ കേസുമായുള്ള പ്രാധാന്യം പ്രോസിക്യൂഷൻ തെളിയിക്കാനായില്ലെന്നും കോടതി പറയുന്നു. മീഡിയ 1 കൊച്ചി.